Hello friends, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Oppo Reno Ace എന്ന സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ Oppoയുടെ സൈഡിൽ നിന്ന് റീസെന്റ്ലി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ് Oppo Reno Ace. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ലോഞ്ചിങ് ഡേറ്റും അതുപോലെ തന്നെ പ്രൈസും മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അപ്പുറത്തൊരു ബെൽ ഐക്കൺ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. So friends, first of all, നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് നമുക്ക് 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റോട് കൂടിയ ഒരു സ്ക്രീനാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. എങ്കിലും നമുക്ക് 83% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയും പ്രൊട്ടക്ഷൻ്റെ ഭാഗവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമുമാണ് ലഭിക്കുന്നത്. സോ നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഗോറില്ല ഗ്ലാസ് 6ഉം റിയർ സൈഡിൽ ഗോറില്ല ഗ്ലാസ് 5ഉമാണ് ലഭിക്കുന്നത്. സോ ഡിസ്പ്ലേയും അത്യാവശ്യം വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും വളരെ മികച്ചത് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ആണ്. സോ ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 855+ ആണ്. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ColorOS 6.1 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. 8GB RAM, 120GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 8GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, പിന്നെ ഒരു 12GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടൊന്നും ലഭിക്കുന്നില്ല. ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറയാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു 48 MP ഒരു പ്രൈമറി ലെൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ സോണി IMX586 സെൻസറാണ്. അതുപോലെ തന്നെ 13 MP ഒരു ടെലിഫോട്ടോ ലെൻസ്, പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ലെൻസ്, പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസർ, പിന്നെ ഒരു LED ഫ്ലാഷ് നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP ആണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ നമുക്കതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് ലഭിക്കുന്നത്. ബാറ്ററിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4000 mAh ആണ് ബാറ്ററി വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് 65 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 30 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് 100% ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ലഭ്യമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്: പർപ്പിൾ, ബ്ലൂ, പിന്നെ ഒരു വൈറ്റ് എഡിഷൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ Oppo Reno Ace എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ലോഞ്ചിങ് ഡേറ്റുമാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 30,000 രൂപയായിരിക്കും നമ്മുടെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 8GB RAM, 120GB ഇൻറ്റേർണൽ സ്റ്റോറേജിന്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു December 12-നാണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Oppo Reno Ace എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയും ബിൽഡ് ക്വാളിറ്റിയും വളരെ മികച്ചത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ക്വാഡ് ക്യാമറയാണ് റിയർ സൈഡിൽ ലഭിക്കുന്നത്. പിന്നെ 4000 mAh ബാറ്ററിയോടൊപ്പം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 65 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കമ്പനി അവകാശപ്പെടുന്നത് നമുക്കൊരു 5 മിനിറ്റ് ചാർജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 മണിക്കൂർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാമെന്നാണ്. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ 2-3 ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.